തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ശിഷ്യന്മാർക്ക് മാത്രമല്ല, യേശുവിനെ സ്വന്തമാക്കുന്ന, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് ഈ തിരുവചന ഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഉപമയിലൂടെയാണ് കർത്താവ് ഈ കാര്യം നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് നിങ്ങൾ പറയുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തമായി ഒരു നന്മയും ചെയ്യാൻ കഴിവുള്ളവരല്ല നമ്മളാരും. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2:10 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമുക്ക് അവകാശപ്പെടാനായിട്ട് എന്താണ് പ്രിയരെ ഉള്ളത്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവ്, നമ്മുടെ സ്ഥാനമാനങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമല്ലാതെ എന്തുണ്ട് എന്ന് അപ്പസ്തോലൻ ചോദിക്കുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലൻ, നിനക്ക് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് അപ്പസ്തോലൻ ചോദിക്കുകയാണ്. ഒന്നുമില്ല പ്രിയരെ, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. എന്തിലാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്? അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ, ക്രിസ്തുവിൻ്റെ ഒരു ദാസൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഈ ഉപമയിലൂടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവന് ഭക്ഷണം എടുത്തു കൊടുക്കുമോ? അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുമോ? നിങ്ങൾ അവനോട് പറയും, നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക, ഞാൻ ഭക്ഷണം കഴിക്കുന്നോടം വരെ നീ അരമുറുക്കി വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നീ വിശന്നിരുന്നോട്ടെ, എനിക്ക് ഭക്ഷണം തന്നതിന് ശേഷം, ഞാൻ കഴിച്ചതിന് ശേഷം നിനക്ക് കഴിക്കാം. അവൻ ഭക്ഷണം ഉണ്ടാക്കി തന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ സെർവൻറ്റിനോട്, വേലക്കാരനോട് നിങ്ങൾ നന്ദി പറയുമോ? ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇത് അന്നത്തെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുകയാണ് എങ്കിൽ മനുഷ്യരെ അടിമകളായി പണം കൊടുത്തു വാങ്ങിക്കുന്ന കാലഘട്ടമാണ്.
ആടുമാടുകൾ വസ്തുവകകളെല്ലാം സ്വന്തമായിരിക്കുന്നത് പോലെ തന്നെ അടിമകൾ എത്രമാത്രമുണ്ടോ അത്രമാത്രം ആ വ്യക്തിയുടെ സമ്പത്തിൻ്റെ വർധനവിനെ കാണിക്കുകയാണ്. എത്രമാത്രം ദാസന്മാരുണ്ട്. നല്ല പണം കൊടുത്താലേ ദാസന്മാരെ വിലക്കെടുക്കാൻ പറ്റുകയുള്ളൂ, അടിമകളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. മാത്രമല്ല ഈ യജമാനന് ഈ അടിമകളെ വിൽക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് വേണമെങ്കിലും വിൽക്കാം, അതിന് കുഴപ്പമില്ല. വിറ്റാൽ അതിന് പണവും ലഭിക്കും. പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫിനെ മിഥിയാങ്കാരായ കച്ചവടക്കാർക്ക് ചേട്ടന്മാർ വിൽക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ഇളയ മകൻ ജോസഫിനെ അവർ വിൽക്കുന്നത് 20 വെള്ളി നാണയ തുട്ടുകൾക്കാണ്. അപ്പോൾ വിലയ്ക്ക് മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലഘട്ടം. ഇപ്പം അടിമകളായിട്ടുള്ള ആളുകൾ. അപ്പം അങ്ങനെ അടിമയായി എൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി, ആ അടിമ പറമ്പിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവനോട് പ്രത്യേകിച്ച് കരുണയൊന്നും കാണിക്കുന്നില്ല യജമാനൻ. തീർത്തും കാണിക്കുന്നില്ല എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. നീ എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നതിന് ശേഷം നിനക്ക് ഭക്ഷിക്കാം. ഇതിനകത്തൊരു പ്രധാന ചിന്തയുള്ളത്, യജമാനൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ ജോലി ചെയ്യാനായിട്ട് ദൂരെ കൃഷിയിടത്തേക്ക് പോവുകയാണ്. ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് അവൻ യജമാനൻ്റെ അരികിലേക്ക് തന്നെയാണ് വരുന്നത്. യജമാനന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി അവന് കഴിക്കാം. അപ്പം യജമാനൻ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ ഈ അടിമയ്ക്ക് കഴിക്കാനായിട്ട് പറ്റും. ഈ യജമാനന് പുത്രന്മാരുമുണ്ട്. പുത്രന്മാർക്ക് അവകാശമുണ്ട്, അടിമയ്ക്ക് മാത്രം അവകാശമില്ല. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു സുവിശേഷകനാണ്. ഞാനൊരു ധ്യാനമന്ദിരത്തിൽ അംഗമായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. ആ ധ്യാനമന്ദിരത്തിൽ നിന്ന് മാസം എനിക്കൊരു ചെറിയ സാലറി അവർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ധ്യാനമന്ദിരത്തോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ എവിടെയെങ്കിലും ധ്യാനിപ്പിക്കാനായിട്ട് പോകണമെങ്കിൽ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുവാദം എനിക്ക് ആവശ്യമാണ്. ഞാൻ അവിടെ അംഗമായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുകയില്ല. ഇത് നിർബന്ധിച്ച് ആരെങ്കിലും എന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നതല്ല. ക്രിസ്തുവിനെ സ്വന്തമാക്കിയപ്പോൾ ക്രിസ്തു എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു മനസ്സും ഒരു രീതിയും സ്വഭാവവുമാണിത്. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ക്രിസ്തുവിനെ എങ്ങനെയാണ് നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് പറ്റുന്നത്? അത് ഈശോ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക. സഹായിക്കുക എന്ന മനസ്സ് ധാരാളം മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, ഒരു സ്വഭാവ ഗുണമാണത്. പലപ്പോഴും എൻ്റെ വണ്ടി ഇടയ്ക്ക് വല്ലതും നിന്നു പോകുമ്പോൾ, റോട്ടിൽ കിടക്കുമ്പോൾ എത്രയോ പേരാ വന്ന് ചോദിക്കുന്നത്, എന്തു പറ്റി, വണ്ടി കേടാണോ, ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ, എന്താണ് ചെയ്തു തരേണ്ടത്? അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ധാരാളം ആളുകൾ ഉണ്ട്. അവരാരും നന്ദി പ്രതീക്ഷിച്ച് ചെയ്യുന്നവരല്ല. നമ്മൾ എന്തെങ്കിലും കൊടുക്കും എന്ന് കരുതിയിട്ടല്ല അവർ വന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമോ? അവർ നന്ദി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരടിമയും നന്ദി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നില്ല. എല്ലാം ചെയ്തതിനു ശേഷം ക്രിസ്തു ശിഷ്യൻ, ഒരു ദൈവ ശുശ്രൂഷകൻ പറയേണ്ട ഒരു വാക്കുണ്ട്, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ
അങ്ങനെയാണെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിക്കുമ്പോൾ ആ ഭാര്യയെ ശുശ്രൂഷിക്കാനും ഭാര്യയെ നോക്കാനും അത് ഭർത്താവിൻ്റെ കടമയാണ്. ഭാര്യയിൽ നിന്നൊരു നന്ദി പോലും ആ ഭർത്താവ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരു ഭാര്യ ഭർത്താവിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, ഡ്രസ്സ് കഴുകി കൊടുക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എങ്കിൽ ഭർത്താവ് നന്ദി പറയാത്തതിൻ്റെ പേരിൽ പരാതിപ്പെടില്ല നമ്മളാരും. ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നാം ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. ഇതെൻ്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഭർത്താവ് ജീവിക്കുന്നത്, ഭാര്യ ജീവിക്കുന്നത്, അപ്പൻ ജീവിക്കുന്നത്, അമ്മ ജീവിക്കുന്നതെങ്കിൽ എത്ര സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റും? ഒരപ്പൻ പറയുകയാണ്, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തിയിട്ട് അവരൊക്കെ ഇപ്പം വിദേശത്താണ്, പോട്ടേന്നേ, അവരെന്നെ നോക്കുന്നില്ല, നോക്കണ്ടെന്നേ. നോക്കുക എന്നത് അവരുടെ കടമയാണ്. നമ്മുടെ കടമ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ്. അങ്ങനെ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ ദുഃഖമില്ലാതെ സങ്കടമില്ലാതെ നമുക്ക് ജീവിച്ച് സ്വർഗം പ്രാപിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ ഞാൻ ഇത്രയും കാര്യം ചെയ്തിട്ട് ഒരു നന്ദി പോലും അവരെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിരന്തരം സങ്കടപ്പെടുന്നവരായി നമ്മൾ മാറും. ഒരുപക്ഷെ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, അവർ നമ്മളെ തെറ്റിദ്ധരിച്ച് കാരണം കൂടാതെ വെറുത്ത് പുറത്താക്കുന്നു. സങ്കീർത്തനം 69:4 കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ എൻ്റെ തലമുടി 4 ഇഴകളേക്കാൾ അധികമാണ്. ഒരു കാരണവും വേണ്ട ഒരാൾക്ക് വെറുക്കാനായിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കോളേജിൽ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ സംസാരിക്കാനായിട്ട് വന്നപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ്, പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ വന്ന അന്ന് അവൾ വേറൊരു കോളേജിൽ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നതാണ്. അവൾക്ക് എന്നെ കണ്ട അന്ന് മുതൽ എന്നോട് ദേഷ്യമാണ്. എല്ലാവരോടും അവൾ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്നു, എന്നോട് മാത്രം മിണ്ടുകയില്ല. ഞാൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ആ ധ്യാനത്തിൽ വെച്ച് അവർ രണ്ടുപേരോട് സംസാരിക്കാനിടയായപ്പോൾ, എന്താണ് ആ കുട്ടിയോട് മാത്രം നിനക്ക് താല്പര്യമില്ലാത്തത്, മിണ്ടാൻ ഇഷ്ടമില്ലാത്തത്? ആ കുട്ടിയുടെ രൂപമോ ഭാവമോ ഉള്ള ആരെയെങ്കിലും നിൻ്റെ മനസ്സിൽ അവരോട് വെറുപ്പോ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ചേച്ചിയെപ്പോലെയാണ് ഇരിക്കുന്നത്. ആ ചേച്ചിയുടെ രൂപവും ഭാവവും. ചേച്ചിക്ക് എന്താ കുഴപ്പം? ചേച്ചി ഒരു പയ്യനെ പ്രേമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം എല്ലാവരും ഇവളോട് ചോദിക്കുകയാണ്, നീ എന്നാ പോകുന്നത്? നിന്നെ എങ്ങനെ വിശ്വസിക്കും? നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവോ? ചേച്ചി കാണിച്ചതുപോലെ നീ കാണിക്കുകയല്ലേ? എനിക്കിങ്ങനെ പ്രേമോ ആരെങ്കിലും പുറകെ വരുന്നു ഒന്നും എനിക്കിഷ്ടമില്ല. ആ കോളേജിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കോളേജ് മാറി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ആ ചേച്ചിയെപ്പോലെ തന്നെ ഒരെണ്ണം ഇവിടെ. അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരവസ്ഥ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി തീർത്തിരിക്കുകയാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ ജോലിയും ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് എന്ന് പറയാൻ, എനിക്കിഷ്ടമില്ലാത്ത വ്യക്തിയെപ്പോലും ആ വ്യക്തിയോട് പോലും ഒരു കരുണ കാണിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടി സ്വന്തം ചേച്ചിയിൽ നിന്ന് ചിലതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ ചേച്ചി നല്ല നിലയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പെങ്കൊച്ചിനൊരു ദോഷം ഉണ്ടാകുമായിരുന്നില്ല. ആ ചേച്ചിയുടെ പ്രവൃത്തി ഈ കുഞ്ഞിൻ്റെ മനസ്സിന് ഭാരമുണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞും സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ചേച്ചിയിൽ നിന്ന് ചേച്ചിയുടേതായ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് എനിക്കുണ്ടായതെങ്കിലും
ആ ചേച്ചിയെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്രയും കാലം ചേച്ചിക്ക് ചെയ്തു കൊടുക്കാൻ എന്ന കാര്യം സാധിച്ചു, അത് ചെയ്തു കൊടുത്തു, അത്ര തന്നെ. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇത്രയും കാര്യം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി, എൻ്റെ ഭർത്താവിന് വേണ്ടി ഇത്രയും കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അവരെന്നെ മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും, സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാരണവുമില്ലാതെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ അവിടുന്ന് പുറത്തിറക്കി വിടുമ്പോഴും ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. അവിടെ ആയിരുന്ന കാലം അത്രയും ഞാൻ നന്നായിട്ട് സർവീസ് ചെയ്തു, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു. അങ്ങനെ കടമ നിർവഹിച്ച വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ധാരാളം വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടാവും. എന്നെ പുറത്ത് ഇറക്കി വിട്ട് വാതിൽ അടച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ദൈവം തുറന്നാൽ പിന്നെ അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ദൈവം അടച്ചാൽ പിന്നെ ആർക്കും അത് തുറക്കാനും പറ്റില്ല എന്നാണ് വെളിപാട് ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ മനോഭാവമാണ് ഒരു ശുശ്രൂഷകന് ആവശ്യമായിട്ടുള്ളത്, ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാനത് ഭംഗിയായിട്ട് ചെയ്തു, അത്ര തന്നെ. ഞങ്ങളുടെ ടീമിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ കാർമൽ. കോളേജ് പ്രൊഫസറായിരുന്നു, ധാരാളം സമ്പത്ത്. ആ സിസ്റ്ററിൻ്റെ പല വീടുകളിലും, സിസ്റ്ററിൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ബന്ധുക്കളുടെ വീട്ടിൽ, ചേട്ടൻ അനിയന്മാർ, ആങ്ങള, അനിയത്തി, ചേട്ടത്തി, അവരുടെയൊക്കെ വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആ വീടുകളിലൊക്കെ. ആ സിസ്റ്റർ ഇങ്ങനെ 1000 വചനം എഴുതി ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 1000 വചനം എഴുതുമ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, അല്ലെ 33 തവണ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ കർത്താവ് ഒരു വെളിപാട് പോലെ ആ സിസ്റ്ററിന് നൽകിയിരിക്കുന്നു. സിസ്റ്റർ കാർമൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ധാരാളം സമ്പത്ത് ആ സിസ്റ്ററിന് ജോലി ചെയ്യുമ്പോൾ പ്രൊഫസറായിരുന്ന കാലത്ത് കിട്ടുമായിരുന്നു. ആ പണമെല്ലാം കോൺവെൻറ്റിൽ അധികാരികൾക്ക് കൊടുത്തു. കോൺവെൻറ്റിൽ പലതരത്തിലുള്ള സിസ്റ്റേഴ്സുണ്ട്, കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, ഒരു കുടുംബത്തിലെ പോലെ തന്നെ. ആ പണം ആ മദർ അല്ലെ സുപ്പീരിയേഴ്സ് ബാക്കി എല്ലാവർക്കും വേണ്ടി അത് വീതം വെച്ച് കൊടുക്കുകയാണ്. ആ സിസ്റ്റർ പറയുകയാണ്, ഞാനിപ്പോൾ അതെല്ലാം മദറിൻ്റെ അനുവാദത്തോടെ ഞാൻ അവിടുന്ന് ഇപ്പോൾ വചനം പ്രസംഗിക്കാൻ എന്നെ അനുവദിച്ചിരിക്കുകയാണ്. ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച് ആ സിസ്റ്റർ പുറത്തേക്ക് പോവുകയാണ്. കിട്ടിയ സമ്പാദ്യം മുഴുവനും ആ കോൺവെൻറ്റിന് വേണ്ടി, ഇന്ന് പ്രായമായി ആ സിസ്റ്ററിന്, ചെറുപ്പകാലം മുതൽ ജോലി ചെയ്ത മുഴുവനും പണവും ആ കോൺവെൻറ്റിനെ സമ്മാനിച്ചു. എല്ലാം ചെയ്തതിന് ശേഷം ആ സിസ്റ്റർ പറയുകയാണ്, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചതേ ഉള്ളൂ, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചതേ ഉള്ളൂ. ഒരു വികാരിച്ച് നല്ല ഒരു പള്ളി പണിതതിനു ശേഷം പലരോടും കൈനീട്ടി, ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ കൈനീട്ടി പണം സമ്പാദിച്ച് ആ ഇടവകയിലുള്ള പല ആളുകളും ഈ അച്ഛനെ തെറ്റിദ്ധരിക്കുന്നു, അതും ഇതുമൊക്കെ പറയുന്നു. എന്നാലും മനോഹരമായൊരു പള്ളി പണിതു, ആ ഇടവകയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ തീരുമാനിച്ചു, ഇടവകക്കാർ നമുക്കച്ഛനെ 100 വണ്ടി അകമ്പടിയോടെ കൊണ്ടയാക്കണം. ഇന്നൊക്കെ 100 വണ്ടി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഒരിടവകയിൽ 400 വീട്ടുകാരുണ്ടെങ്കിൽ 400 വണ്ടിയല്ല 600 വണ്ടി ആ ഇടവകയിൽ കാണും. കാരണം എല്ലാ വീട്ടിലും 1ഉം 2ഉം വണ്ടിയുള്ള കാലഘട്ടമാണിന്ന്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ 100 വണ്ടിയുടെ അകമ്പടിയോടെ കൊണ്ടുവിടാം എന്ന തീരുമാനമെടുത്തപ്പോൾ ആ വികാരിയച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കൊണ്ടുപോകാനൊരു ബാഗ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആരും എന്നെ കൊണ്ടുവിടാനായിട്ട് വരേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ കൊണ്ടുവിടുന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു നന്ദി പ്രകടനമാണ്. ഞാൻ അങ്ങനെ ഒരു നന്ദി പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു എന്നേ ഉള്ളൂ.
ഒരു പുരോഹിതനായിരിക്കെ, ഒരു വികാരിയായിരിക്കെ എന്നോട് ബിഷപ്പ് പള്ളി പണിയാൻ ആവശ്യപ്പെട്ടപ്പോൾ ബിഷപ്പിന് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചെന്നേ ഉള്ളൂ. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഉള്ളിലൊരാനന്ദം വേണം, ഒരു സന്തോഷം വേണം. എന്നെ ഏൽപ്പിച്ച കടമ ഞാൻ പൂർത്തിയാക്കി എന്ന. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എത്രയോ ആളുകളോട് പ്രസംഗിച്ച്, അത് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ച് എത്രയോ ആളുകളെ നേടിയെടുത്തു. ആ അപ്പസ്തോലൻ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചതേ ഉള്ളൂ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും കടമ നിർവഹിക്കൽ മാത്രമാണ്. നമുക്ക് അവകാശപ്പെടാനായിട്ട് യാതൊന്നുമില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. ഒന്നുമില്ലാത്തവരായി നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നു. ഒന്നുമില്ലാത്തവരായി തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. നമ്മൾ ആത്മാർത്ഥമായി ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, സത്യസന്ധരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നീതിബോധത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അർപ്പണ മനോഭാവമുള്ളവരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അവകാശമായി പറയാൻ ഒരു ക്രിസ്തു ശിഷ്യന് ഒന്നുമില്ല പ്രിയരെ, ഒന്നുമില്ല, യാതൊന്നുമില്ല. അതുകൊണ്ട് എന്താണോ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ചെയ്ത് കടന്നു പോവുക. പ്രയോജനമില്ലാത്ത ദാസൻ കടമ നിർവഹിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരടിമയും യജമാനൻ്റെ കയ്യിൽ നിന്ന് നന്ദി സ്വീകരിക്കാൻ കാത്തു നിൽക്കാത്തതുപോലെ നമ്മൾ ദൗത്യ നിർവഹണത്തിന് ശേഷം പിന്മാറേണ്ടവരാണ്. എല്ലാം ചെയ്തതിന് ശേഷം പിന്മാറുക. അവകാശപ്പെടാനൊന്നുമില്ല. ദൈവം എന്നെക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ചെയ്യിച്ചു. ദൈവം എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു. നമ്മൾ ചെയ്തതിൻ്റെ വളർച്ച കണ്ട് അഹങ്കരിക്കേണ്ടതുമില്ല. അതെല്ലാം ദൈവം ചെയ്തു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം നൽകുന്നവരായി നമുക്ക് മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാവാരിധിയും സ്നേഹസമ്പന്നനുമായ സ്വർഗീയ പിതാവേ, പ്രയോജനമില്ലാത്ത ദാസൻ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയാൻ തക്ക വിധത്തിൽ ഒരഭിഷേകം ഞങ്ങൾക്ക് അങ്ങ് തരണമേ. ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണം? അവൻ അവകാശപ്പെടാനായിട്ട് ഒന്നുമില്ല. അവസാനത്തുള്ള രക്തം പോലും പിടിച്ചു വയ്ക്കാതെ അങ്ങ് നൽകിയല്ലോ ലോകത്തിന്. ഞങ്ങൾക്കും ഒന്നും പിടിച്ചു വെക്കാനില്ല കർത്താവേ. എല്ലാം നൽകാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. എല്ലാം ചെയ്തതിന് ശേഷം, എല്ലാ സർവീസും കഴിഞ്ഞതിന് ശേഷം, എല്ലാ ശുശ്രൂഷയ്ക്കും ശേഷം സമാധാനമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് സ്വർഗം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.